ഈ ചർച്ചയിൽ ആരാണ് വിജയിച്ചത്? യഥാർത്ഥത്തിൽ ചർച്ച കൊണ്ട് എന്താണ് നേടിയത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഇസ്ലാമാബാദ് എന്ന് പറയുന്ന ഇങ്ങറ്റം ഏഷ്യയിൽ കിടക്കുന്ന ഒരു രാജ്യത്തിലേക്ക് അങ്ങ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് അടക്കമുള്ളവർ പറന്ന് ഇവിടെ വന്നിറങ്ങി. അതും ഏതാണ്ട് നല്ല രാജ്യമാണോ പാകിസ്ഥാൻ? അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ വരണമെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് CIA വന്ന് പരിശോധന നടത്തി പുൽക്കുടിത്തുമ്പ് വരെ പൊക്കി നോക്കി എല്ലാം പരിശോധിച്ചിട്ടാണ് വരുന്നത്. ഇത് സടകുടയെന്ന് ഓടി പറന്ന് ഇവിടെ എത്തി അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റും സംഘവുമൊക്കെ. എന്നിട്ട് മറുവശത്ത് ഇറാനുമായിരുന്ന് ചർച്ച നടത്തുമ്പോൾ ആരാണ് ജയിച്ചത്? ഇതിൽ 3 വിജയങ്ങളാണുള്ളത്. അതിൽ 1-ൽ ജയിച്ചത് ഇറാനാണ്, 2-ൽ ജയിച്ചത് ഇറാനാണ്, 3-ലും ജയിച്ചത് ഇറാനാണ്. ജയിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഘടകങ്ങൾ ആശ്രയിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടാണിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ വിഷയം, ഇങ്ങനെ ഒരു ചർച്ച അമേരിക്ക ഉദ്ദേശിച്ചിട്ടേയില്ല, ആഗ്രഹിച്ചിട്ടേയില്ല, പ്രതീക്ഷിച്ചിട്ടേയില്ല. കാരണം അമേരിക്ക ഒരു ചർച്ചയും കൂടാതെ കടന്നാക്രമിക്കുമ്പോൾ അവിടെ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുക, തിരിച്ച് പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക, ഞങ്ങൾ ഏകപക്ഷീയമായി വിജയിക്കുക, ഒരു ധാരണയുണ്ടാക്കാൻ ഇറാൻ റഷ്യയോടോ മറ്റൊരിടത്തോ ഒക്കെ ഓടുക, അവർ വന്ന് കാല് പിടിക്കുക, ഞങ്ങൾ നിബന്ധനകൾ വെക്കുക, യുദ്ധം അവസാനിപ്പിക്കുക. ഇതാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് നിന്ന് അപ്പുറത്തൊരു ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് നേരിട്ട് വന്ന് ചർച്ച നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് അമേരിക്ക എത്തുകയും അങ്ങനെ ഒരു ചർച്ചയിലേക്ക് അമേരിക്കയെ കൊണ്ടുവരാൻ ഇറാന് കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് പോയിൻ്റ് നമ്പർ 1, ഫസ്റ്റ് പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, ആരോടൊപ്പമാണ് ചർച്ച നടത്തിയത്? അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം തുടങ്ങുന്നത് റെജിം ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ ഭരണകൂടത്തെ മുഴുവൻ മാറ്റുക, എന്നിട്ട് പുതിയൊരാളെ കൊണ്ടുവരിക. അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് എന്താ? പഴയ പഹലവി ഡൈനാസ്റ്റിയിലെ ഒരു പഹലവിയെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അതെടുത്ത് ഇങ്ങോട്ട് നിക്ഷേപിക്കാനായിരുന്നു. ആ ഫ്രിഡ്ജിൽ വെച്ച കഥ ഓർത്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് ഈ നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിലൊക്കെ പശുവിനെ കുത്തിവെക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നു. അത് ഇങ്ങനെ ചെനയായെന്നൊക്കെ അതിന് പറയുന്നത് ആ സമയമാകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് കുത്തിവെക്കുന്ന ആൾ വന്ന് ഇങ്ങനൊരു തണുപ്പൊക്കെയുള്ള ഒരു സാധനം, എനിക്ക് ഓർമ്മയുണ്ട്, സോമപിള്ള ചേട്ടനായിരുന്നു അത് ചെയ്യുന്നത്. അദ്ദേഹം മരിച്ചു പോയെന്ന് തോന്നുന്നു. നമ്മളടുത്തൊക്കെ അങ്ങ് പോകാൻ പറയും പിള്ളേരുടെ അടുത്തൊക്കെ. എന്നിട്ട് ഇതിനകത്തുനിന്നാണ്, ഈ തണുപ്പിനകത്തുനിന്ന് ഒരു ട്യൂബ് പോലൊരു സംഗതി ഊരിയെടുക്കുന്നത്. അത് ബീജം കുത്തിവെക്കുന്നതാണ്. അതുപോലെ കുത്തിവെക്കാൻ പുള്ളി ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട് പൈപ്പിനകത്ത്. അതുകൊണ്ടൊന്നും ഇവിടെ കുത്തിവെക്കാനിരുന്നത്. ഇപ്പം അത് ഒടിച്ചു കുത്തി. ആരോടാണ് ചർച്ച നടത്തിയത്? അതേ റെജിമിലുള്ള അതിൻ്റെ പിന്തുടർച്ചക്കാരായി വന്ന ആളുകളോടൊപ്പം ഇരുന്നാണ് റെജിം ചേഞ്ചിന് വേണ്ടി പോരാടിയ ഡൊണാൾഡ് ട്രംപിൻ്റെ വാൻസ്, വേറൊരുപാട് മാരകായുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വരട്ടാൻ ഇറങ്ങിയ വാൻസ് ഇരുന്ന് ചർച്ച നടത്തിയത്. അപ്പോൾ റെജിം ചേഞ്ച് ഉണ്ടായോ? ഇല്ല. ആ റെജിമുമായിട്ട് തന്നെ ചർച്ച നടത്തിയോ? നടത്തി. അപ്പോൾ പോയിൻ്റ് നമ്പർ 2. മൂന്നാമത്തെ വിഷയം എന്താ? മൂന്നാമത്തെ വിഷയം, ഈ മധ്യസ്ഥയ്ക്ക് കൊണ്ടുവന്ന ബാക്കി പോയിന്റുകളിലെല്ലാം ചർച്ച നടത്തി ഒരു കൺക്ലൂഷനിലേക്ക് എത്താനും അതിൽ ഏറ്റവും ദൃഢമായ പോയിന്റിനോട് വിയോജിക്കാനും അവിടെ ഒരു തരത്തിലുള്ള സൂപ്പർ പവറും അല്ലെങ്കിൽ ശക്തിയും ഉപയോഗിച്ച് അവരെ കീഴ്പ്പെടുത്താനോ കഴിഞ്ഞില്ല. മീനിങ് എന്താ? ഈ യുദ്ധമെല്ലാം നടത്തി അവരുടെ എന്തൊക്കെയോ തകർത്തു. ഇനി പിന്നെ മിസൈൽ ലോഞ്ചിങ് പാഡ് അവർക്കില്ല, ഇനി അവർക്ക് വേറെ ഏതാണ്ടൊക്കെ സാധനങ്ങളില്ല, എല്ലാം തീർന്നു എന്ന് പ്രചരിപ്പിച്ച വാർത്ത ഒരു സത്യവുമല്ല. അവരിപ്പോഴും ഒരു നെഗോഷിയേഷൻ ടേബിളിൽ, ആ നെഗോഷിയേറ്റിംഗ് പവറിൽ ഈക്വൽ പവറോ അവരെക്കാൾ കുറച്ചുകൂടി, അമേരിക്ക ഉയർത്തുന്ന സംഗതിയേക്കാൾ കുറച്ചുകൂടി ഉയർന്ന പവറോ പ്രയോഗിച്ചാണ് അവർ ഇതിനെ നെഗോഷിയേഷൻ ടേബിളിൽ പെർഫോം ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വലിപ്പം, അവരെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളുടെ വലിപ്പം, നാറ്റോയിൽ അംഗം, ഇതെല്ലാം കൂടെ കേട്ടാൽ നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, നോക്കിയാൽ കരിഞ്ഞു പോകുന്നു. ഇറാനങ്ങ് കരിഞ്ഞു പോകേണ്ടതല്ലേ, മൂക്കിപ്പിടി വലിക്കുന്ന പോലെ വലിച്ചു കളയുന്നു വിചാരിച്ചാൽ വന്നത്. പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 3 പോയിൻറ്റും യഥാർത്ഥത്തിൽ ഇസ്ലാമാബാദിലെ പീസ് ടോക്ക്, അതിലെ നിർണായക വിജയവും അതിൻ്റെ അപ്പർ ഹാൻഡ് മാർക്കായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. യുദ്ധം അവസാനിക്കണം, ഒരു തർക്കവുമില്ല. അത് ഇവൻ്റെയൊക്കെ ഏകാധിപത്യവും അടിമത്വവും അംഗീകരിച്ചുകൊണ്ടും ആകാൻ പാടില്ല. ലോകനീതിക്ക് നിരക്കുന്നതാവണം.
സത്യത്തിന് നിരക്കുന്നതാകണം. അത്രയേ ഉള്ളൂ.